ഒരു വലിയ നിധി ഭണ്ഡാരത്തിന് മുന്നിൽ ഒരു കുട്ടി നിൽക്കുന്നു. പിതാവ് അവനൊരു താക്കോൽ നൽകി. പക്ഷേ അവൻ സംശയിക്കുന്നു, ഈ വാതിൽ തുറക്കുമോ? പിതാവ് ഉറപ്പ് നൽകുന്നു, താക്കോൽ ഉപയോഗിക്കുക, അത് പ്രവർത്തിക്കും. ഈ കാഴ്ച നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ചിത്രമാണ്. ദൈവത്തിന്റെ പരിധിയില്ലാത്ത ശക്തിയും അനുഗ്രഹങ്ങളും ഒരു തുറക്കാത്ത വാതിലിനപ്പുറത്തുണ്ട്. നമ്മുടെ താക്കോൽ അഥവാ യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം നമ്മുടെ കൈവശം വേണം. പക്ഷേ നമ്മളത് ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ നഷ്ടമാകുന്നു. ഈ വചനം നമ്മോട് തന്നെ ചോദിക്കുന്നു, നാം എന്തിനാണ് കാത്തിരിക്കുന്നത്? യേശു നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യം. പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ദൈവം മറുപടി നൽകുമോ എന്ന് സംശയിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവഹിതത്തോട് യോജിച്ച് പ്രാർത്ഥിക്കുക. സ്വന്തം ആഗ്രഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ മഹത്വത്തിനായി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സംശയമില്ലാതെ നമുക്ക് ചോദിക്കാം. ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിക്കാം. നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ ഉദ്ദേശത്തിന് ഒത്തിരിക്കണം. ദൈവം വാതിൽ തുറക്കാൻ തയ്യാറാണ്. നാം തയ്യാറാണോ? വിശ്വാസത്തോടെയും ധൈര്യത്തോടെയും യേശുവിന്റെ മഹത്വത്തിനായി. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.